ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കും അവർ അട്ടപ്പാടിയിലാട്ടെ, കോങ്കോയിലാട്ടെ, ഉക്രൈനിലാട്ടെ, എവിടാണെങ്കിലും അവരെല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ധരിക്കുന്നവരാണ്. നമുക്കും അവരുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അവരെല്ലാവരും കൂടെ നമ്മൾ ചേരുന്നതായ ഒരു ഗ്ലോബൽ ഫാമിലിയാണ് നമ്മൾ. ആ ഗ്ലോബൽ ഫാമിലിയിൽ വി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്, വി ആർ ഇൻ്റർഡിപെൻഡൻറ്റ്. നമ്മളാരും ഇൻഡിപെൻഡൻ്റ് അല്ല. അമ്മയുടെ ഉദരത്തിലാകുന്നത് മുതൽ ഇന്ന് ഈ ദിവസം വരെയും എത്ര 1000 അല്ലെങ്കിൽ 1,00,000 ആളുകൾ സഹായിച്ചിട്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ ജീവിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളാരും തുന്നിയ കുപ്പായങ്ങളല്ല നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. നമ്മളാരും ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമല്ല നമ്മൾ കഴിക്കുന്നത്. മറ്റാരോ ഉണ്ടാക്കിയ ഭക്ഷണം, മറ്റാരുടെയോ വിയർപ്പിൻ്റെ ഫലം, അത് നമുക്കുള്ള അനുഭവിക്കാം. കാരണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ആർ ഇൻ്റർഡിപെൻഡൻറ്റ്, വി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല. നമുക്ക് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലോകത്തിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല, ജീവിച്ചിട്ടുമില്ല. എവരിബഡി ഈസ് ഇൻ്റർഡിപെൻഡൻറ്റ്. പരസ്പരം സഹായിച്ച് പരസ്പരം ബന്ധപ്പെടാതെ ഒരുത്തർക്കും ജീവിക്കാനൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർഡിപെൻഡൻ്റ് ആണെന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം മുഴുവനും മറ്റുള്ളവർക്ക് ആ ഇൻ്റർഡിപെൻഡൻറ്റിൻ്റെ ആ അവസ്ഥ കൊടുക്കാൻ നമുക്ക് സാധിക്കുക, കൂട്ടായ്മ കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ വലിയ മഹത്വം ഇരിക്കുന്നത്, ശുശ്രൂഷയുടെ വലിയ വെല്ലുവിളി ഇരിക്കുന്നത്. അഥവാ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വലിയ വെല്ലുവിളി അവിടെയാണ്.